ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 7ാം മാസത്തിൽ എന്നെ എൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ചടങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പം ഇത് ഏട്ടൻ്റെ വീടാണ്. ഞാനും ഏട്ടനും രാവിലെ തന്നെ ടേബിളും ചെയർസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി കഴിഞ്ഞ മാസമായിരുന്നു, ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഏട്ടൻ്റെ ആൻറ്റിയാണ്, അമ്മേൻ്റെ അനിയത്തി. അപ്പോൾ ആൻറ്റി സ്നാക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇത് റീമേച്ചി, ഏട്ടൻ്റെ കസിനാണ്. അപ്പം ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു 11:30-12 മണി ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തും. അപ്പം ഞങ്ങളിതേ സ്നാക്സൊക്കെ റെഡിയാക്കി ഡൈനിങ് ടേബിളിൻ്റെ മേലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സ്നാക്സ് എന്ന് പറയുന്നത് നല്ല കോഴിക്കോടൻ ഹലുവി, നല്ല സോഫ്റ്റ് ടീ കേക്കും, അതുപോലെ തന്നെ ഉണ്ണിയപ്പം, പിന്നെ ഉരുളക്കിഴങ്ങ് ബോണ്ട, വെജിറ്റബിൾ സമൂസ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സ്നാക്സ്. ഇനി അവർ വന്നാൽ മതി. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. അച്ഛമ്മ, ആൻറ്റിമാർ, അമ്മ, അനിയത്തി, കസിൻസ്, അച്ചാച്ചൻ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷം ഞങ്ങൾ ചായ കൊടുത്തു. ഹോർലിക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹോർലിക്സും സ്നാക്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഫോട്ടോ സെഷൻസൊക്കെ കഴിഞ്ഞു, എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരുന്ന് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഏട്ടൻ്റെ അമ്മ എനിക്ക് സാരി എടുത്ത് തന്നു. അപ്പം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ ഉടുക്കുന്നത്. സാധാരണ 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കല്യാണ സാരി തന്നെയാണല്ലോ ഉടുക്കുക. അപ്പോൾ ഇതേ എൻ്റെ സാരി ഡ്രേപ്പിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഓർണമെൻറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് തന്നെയാണ് ഇടുന്നത്. അപ്പം ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു ഹെയർ സ്റ്റൈലാണെന്ന് ചെയ്യുന്നത്. എന്നിട്ട് പൂ വയ്ക്കണം. പിന്നെ ഫേസിൽ ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അവർ വരുന്ന സമയത്ത് രാവിലെ ഒന്ന് കണ്ണെഴുതി പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു, അതന്നെ ഉള്ളൂ. അതിന് ശേഷം ഞാൻ ഫേസിൽ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഇതിപ്പം ഇവിടുന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരുങ്ങാമെന്ന് കരുതി. പിന്നെ എല്ലാവരും അനുഗ്രഹമൊക്കെ തന്നു. അതിനുശേഷം ഞങ്ങളിതാ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ബാക്കി എൻ്റെ റിലേറ്റീവ്സൊക്കെ പോയി കേട്ടോ, അവർ കുറച്ച് മുന്നേ പോയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഏട്ടൻ്റെ ഭാര്യ, പിന്നെ അതുപോലെ തന്നെ പാപ്പൻ്റെ ഭാര്യ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോണത്. ബാക്കി എല്ലാവരും ഇപ്പം എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഇന്ന് എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കരുതി വേറൊരു ദിവസം വോയിസ് ഓവർ ചെയ്യാമെന്ന്. പിന്നെ ഓൾറെഡി 1 മാസം മുൻപേ വീഡിയോ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി വോയിസും കൂടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ വീട്ടിലോട്ട്. അപ്പം ഞങ്ങളിത് എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പം വീട്ടിലേക്ക് കയറി. അമ്മ ദേ അരിയൊക്കെ ഇട്ട് സ്വീകരിച്ചു. വിളക്ക് വല്യമ്മ വിളക്ക് കാണിച്ചായിരുന്നു. വിളക്ക് ഞാൻ പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. പിന്നെ ഞാൻ അകത്തേക്ക് കയറി. ഇനി അവിടുന്ന് മധുരം തരുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് മധുരമൊക്കെ തന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. ആ ഫോട്ടോസ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ഇന്നത്തെ എല്ലാ ചടങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞു. ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഞാനിരുന്ന് ഊഞ്ഞാലാടുകയാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക. താങ്ക്